16 മോഡൽ കേരള വണ്ടി തന്നെ. ഒരുപാട് കിട്ടാണ്ടത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കേരള നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നില്ല. കേരള വണ്ടി തന്നെ എടുത്തു പറയാണ്. നമ്മളൊരു സുഹൃത്തായ സെലിബ്രിറ്റിന്റെ വണ്ടിയാണ്. സെലിബ്രിറ്റി കാറാ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. കാരണം കിലോമീറ്റർ 1 lakh above 1.14 ഓടിയിട്ടുണ്ട്. ശരി. 1 lakh above അങ്ങനെ എടുക്കാറില്ലല്ലോ. പേര് ഞാൻ പറയുന്നില്ല. ഒരു 100-ലധികം സിനിമകളിൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാറാണ്. അതാണ് എൻ്റെ അട്രാക്ഷൻ. വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000 കിലോമീറ്റർ മാത്രം. ഒരു വർഷമായി വണ്ടി 6000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണിതും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കിഡിലൻ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷമീസ് കാസിൽ വെച്ചിട്ട്. അപ്പോൾ ഷമീസ് കാസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു 10-13 ദിവസം മുന്നെയാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറേ SUV സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം വാഹനങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുറേ വാഹനങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽ നമ്മളൊന്ന് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഇതാ ഷമീർ ഖാ, സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ വീഡിയോൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? പോയോ? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50% വാഹനങ്ങൾ നമുക്ക് അപ്പോൾ അത്ര ദിവസം ആയിട്ടുള്ളൂ അല്ലേ? 2 weeks ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഗിവ് അവേ അതാണ് തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെന്നായിരുന്നു. നമ്മളതിൽ കമന്റ്സ് എല്ലാം നോക്കി കൂടുതൽ കമന്റ്സ് വന്നിരിക്കുന്നത് ഒരു 90% തന്നെ പറയാം, നിങ്ങൾ ചെയ്യുന്നത് കാറല്ലേ, കാർ ബിസിനസ് കാർ തന്നെ കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. കാർ തന്നെ കൊടുത്തേക്കാം അല്ലേ? എന്നാല് തീർച്ചയായിട്ടും നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതല്ലേ, അപ്പോൾ അവർ കൂടുതൽ കമന്റ് വന്ന സ്ഥിതിക്ക് നമ്മളത് കാർ കൊടുക്കാൻ തന്നെ തീരുമാനിക്കാം. കാർ തന്നെ കൊടുക്കാണ്. അത് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഏതിലായാലും കാർ തന്നെയാണ് കൂടുതൽ കമന്റ് വന്നേക്കുന്നത്. അപ്പോൾ കാർ തന്നെ കൊടുക്കാം. കാർ തന്നെ കൊടുക്കാം. നമ്മൾ അവരോട് പറഞ്ഞതല്ല, അപ്പോൾ കാർ എല്ലാവരും പറഞ്ഞു, അത് നമ്മൾ കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഇപ്പം പഴയ മോഡൽ ബെൻസ് ഉണ്ട്, BMW, അതർ സ്റ്റേറ്റ് വണ്ടികൾ അല്ലെങ്കിൽ ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടികളൊക്കെ 2 ലക്ഷം രൂപ റേഞ്ചിൽ കിട്ടും. അത് കൊടുത്താൽ നിനക്ക് നല്ല പേരാവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വണ്ടി അനൗൺസ് ചെയ്തോ നല്ലൊരു ഹൈപ്പ് കിട്ടുന്ന പറഞ്ഞു. നമ്മളെ ലൈൻ അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടി ചെയ്യുന്നില്ല, എക്സലന്റ് വണ്ടി എടുക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന വണ്ടി ഇനിയിപ്പോൾ ചെറിയ 800 ആയാലും ശരി, ചെയ്യുന്ന വണ്ടി ഒറിജിനൽ കേരള ആയിരിക്കും. ആക്സിഡന്റ് ഉണ്ടാവില്ല, റീപ്ലേസോ ഫ്ലഡോ കിലോമീറ്റർ ഫോർജറി ഉണ്ടാവില്ല. കൊടുക്കുന്നത് ജെന്യുവൻ വെഹിക്കിൾ കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പേരെടുക്കാന്ന് മാത്രമല്ല, ചെയ്തത് ക്ലിയർ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഏത് വണ്ടി കൊടുക്കണം എന്നുള്ളത് ഇപ്പം നമ്മളിപ്പം നെക്സ്റ്റ് സൺഡേ, ഈ സൺഡേ നെക്സ്റ്റ് സൺഡേ നമ്മളിപ്പം 25th സെലിബ്രേഷനും ആനിവേഴ്സറി സെലിബ്രേഷനും ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് നമ്മൾ ഏത് വണ്ടിയാണെന്നുള്ളത് അന്ന് അനൗൺസ് ചെയ്യും. അന്ന് അനൗൺസ് ചെയ്യും അല്ലേ? ആ ആനിവേഴ്സറിക്ക് കണക്കായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് ഏത് കാർ കൊടുക്കും എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക് കമന്റിൽ. ഓക്കെ, വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഏതായാലും കൊടുക്കുന്നത് അതിന്റെ വലിപ്പല്ല, കൊടുക്കുന്നത് ക്വാളിറ്റി വെഹിക്കിളെ കൊടുക്കുന്നുള്ളതാണ്. അപാകതയുള്ള വണ്ടി കൊടുക്കുന്നില്ല, ഒറിജിനൽ കേരള വെഹിക്കിളെ കൊടുക്കുള്ളൂ. വണ്ടി ഉണ്ടാവില്ല. വണ്ടി എടുത്തിട്ട് നമ്മൾ പണിയാവേണ്ട അവസ്ഥ വരില്ല. നല്ലത് കൊടുക്കാം. ഓക്കെ, എന്തായാലും കാർ തന്നെയാണ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏതാ കാർ എന്നുള്ളത് പിന്നെ റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്താൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് കിട്ടും. ഷമീസ് കാസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. ഫോളോവേഴ്സിന് നമ്മൾ ഒരു ഗിവ് അവേ കൊടുക്കുന്നില്ല. ഓക്കെ, മറന്നുകൊണ്ട. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ. ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പെട്രോളിയം പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ലൊക്കേഷൻ. മാങ്കാവ് മീനന്ത ബൈപ്പാസിലായിട്ട്. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാ സെഗ്മെന്റ് ഷമീർക്ക്? ഈ പുറകിൽ മിഡിൽ ക്ലാസ് കാറുകളാണ് ഇന്നുണ്ടാവുന്നത്. ഈ കോമ്പാക്ട് SUV സെഡാൻ എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ ചിലർ മോഡൽ വില മാത്രം കേട്ടു പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യും. അപ്പോൾ പല തരത്തിലുള്ള ചിന്തകളിലേക്കാണ് പോകാൻ. അപ്പോൾ കറക്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം കിയ സെൽട്ടോസ് ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഷമീർക്കിൻ്റെ കാര്യങ്ങൾ? കിയയുടെ സെൽറ്റോസ് 2023 ഡിസംബർ, ഒരു വർഷമാവുന്നേ ഉള്ളൂ വണ്ടി. ഓക്കെ, സെൽറ്റോസിൻ്റെ പെട്രോളിൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻ്റ് GT ലൈൻ ന്യൂ ഷേപ്പ് പനോറമിക് സൺറൂഫ് വരുന്ന ലേറ്റസ്റ്റ് മോഡൽ വാഹനമാണ്. അതായത് GT ലൈൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൽ. അതെ, സീറ്റിലും റെഡ് ഫിനിഷിംഗ് ഒന്നും വരുന്നില്ല, വൈറ്റ് തന്നെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് 2023 ഡിസംബർ വാഹനമാണ്.
വാറണ്ടി 3 വർഷം അല്ലേ? 2026 ഡിസംബർ വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 2 വർഷത്തേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. സീറ്റ് വെന്റിലേഷൻ, ഒരുപാട് ഫീച്ചേഴ്സ് വരെയുള്ള വണ്ടി. അഡാസ് വരെ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമുക്ക് 19,90,000 രൂപ കൊടുക്കാം. 19,90,000. ഇത് ഇപ്പം എത്ര ഉണ്ട് വരുന്നതിന്? പുതിയ 25-ന് ചോടായിട്ട് വരുന്നുണ്ട്. 25-ന് ചോടായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ലക്ഷത്തിൻ്റെ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം, 4 ലക്ഷത്തിന് മുകളിൽ മാറ്റം വന്നു കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അതാണ് 19,90,000-ന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 13,000 കിലോമീറ്റർ ഓടിയ 2023 ഡിസംബർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വാഹനമാണ്. ടോപ്പ് എൻഡ് GT ലൈൻ ഓട്ടോമാറ്റിക് കിയ സെൽറ്റോസ് പെട്രോൾ. മൈലേജ് ഒരു 10-13 റേഞ്ചൊക്കെ കണ്ടാൽ മതി അല്ലേ? അതിനുള്ളിൽ കണ്ടാൽ മതി. ലോൺ എത്ര കയറൂല്ലേ? ഒരു 17-18 വരെ കയറും. 18 വരെ കയറുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റം വന്നു, പെട്ടെന്ന് തന്നെ വിളിച്ചോ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാം. സെൽറ്റോസ് എന്ന് മാറി നമ്മൾ ക്രെറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ്. സെയിം വാഹനം തന്നെ അല്ലേ? മദർ ബ്രാൻഡ് സെയിം ആണ്. ഹ്യുണ്ടായും കിയയും. ഇത് KL 57 രജിസ്ട്രേഷൻ ആണ്. കൊടുവള്ളി, കോഴിക്കോട് ജില്ല. എങ്ങനെയാ ഡീറ്റെയിൽ? 2022 ക്രെറ്റയുടെ S+ നിറ വേരിയന്റ്. S+ അല്ല? ഓക്കെ, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരും അല്ലേ? എല്ലാ ഫീച്ചേഴ്സും പവർ എന്ത് വരും, സൺറൂഫ് വരും, പാനോറിക് സൺറൂഫ് വരും, ഇൻബിൽഡ് സെറ്റ് വരും, എയർ ബാഗ് വരും, ABS എല്ലാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അലോയ്സ് തന്നെയല്ലേ? അല്ല, അലോയ്സ് ഉണ്ട്. കപ്പ. ഓക്കെ, ഒരു ഡൗട്ട് തോന്നി, അതാ ചോദിച്ചത്. ഓക്കെ, കപ്പാണ്. ഓക്കെ, വീൽ കപ്പ് തന്നെയാണ്. എത്ര ഓട്ടോ ഇത്? കിലോമീറ്റർ ഓടിക്കുന്നത് 15,000. ഓട്ടോമാറ്റിക്കാ അല്ല മാനുവൽ പെട്രോൾ? മാനുവൽ പെട്രോളാ. ഓക്കെ, 15,000 ഓടിയ വാഹനമാണ്. വേറെ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ, അണ്ടർ വാറണ്ടി തന്നെ ആയിരിക്കും. ഇതും 2025 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. സീറ്റ് കവറൊക്കെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് അവർ, അഡീഷണൽ അവർ ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റർ 15 ഓടിയിട്ടുള്ളൂ. 15,000 മാത്രം ഓടിയ വാഹനമാണ്. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 13,20,000 രൂപ. 13,20,000 2022 S+ ക്രെറ്റ മാനുവൽ പെട്രോൾ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബ്ലാക്ക് കളറിൽ, ബ്ലാക്ക് നൈറ്റ് എഡിഷൻ അല്ലേ? നൈറ്റ് എഡിഷൻ. ലോണ് ഒരു 12 ഈസിയിട്ടുണ്ട്. 15 ലക്ഷം വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെൽറ്റോസോ ക്രെറ്റയോ ഏത് വേണമെങ്കിലും എടുക്കാം, എല്ലാം ഉണ്ട്. ഓക്കെ, ഹ്യുണ്ടായ് പറഞ്ഞാണ് ഒരു സെഡാൻ കാറ്റഗറി വാഹനം. KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷനാണ്, തിരുവനന്തപുരം ജില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ? 2019 മോഡല് ഹ്യുണ്ടായ് വെർണ ഡീസൽ SX+ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് SX+ ആണ്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ അല്ല? ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. SX+ SX ഓപ്ഷനും അതേ സമയത്ത് ഒന്നാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന തന്നെയാണ്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ എയർബാഗിൻ്റെ എണ്ണം മാറും, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡീസലാണ്, ഓട്ടോമാറ്റിക്, നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ. അതെ, പവറും ഉണ്ടാവും, മൈലേജും ഉണ്ടാവും അല്ലേ? നല്ല ഡിമാൻഡുള്ള വെഹിക്കിളാണ്. അതെ, ഒരു 16-17 ഒക്കെ എന്തായാലും കിട്ടൂല. ഷുവറായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി പെർഫോമൻസ് സെഡാൻ കാറാണ്. 2019. ഓട്ടോ എത്ര പോയത്? ഒരു 63,000 കിലോമീറ്റർ. 63,000 സെക്കൻഡ് ഓണർ. ഓക്കെ, 5 വർഷം കൊണ്ടാണ് ഒരു പെട്രോൾ വണ്ടിയൊക്കെ ഓടുന്ന ഒരു ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും ഒരു ഡീസൽ ഒരു 1 ലക്ഷത്തിന്റെ മേലെ പോകേണ്ടതാണ്. ഓക്കെ, അത്ര പോയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് എടുത്തിട്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. ഫുള്ളി കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്ക് 10,80,000 രൂപ കൊടുക്കും. 10,80,000 2019 SX+ ഡീസൽ ഓട്ടോമാറ്റിക് വർണ്ണ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 9.5 വരെ ലോൺ കൊടുക്കാം. 9.5 വരെ എന്തായാലും കിട്ടുന്നില്ല. 9.5 ലക്ഷം കണ്ടാൽ ലോൺ കിട്ടുന്നൊരു വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇറക്കാം അല്ലേ? ഒരു 1.30 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വാഹനം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു കോമ്പാക്ട് SUV-ലേക്ക് വന്നിരിക്കുകയാണ്. ടൊയോട്ട അർബൻ ക്രൂസറാണ്. വിറ്റാര, ബ്രസ എല്ലാം സെയിം സാധനം അല്ലേ? ഓക്കെ, അത് നോക്കുന്നവർക്ക് ഇത് നോക്കാം അല്ലേ? ടൊയോട്ടൻ്റെ പതിപ്പാണ്. KL 65 തിരൂരങ്ങാടി, മലപ്പുറം ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? 2022 11 മാസം അർബൻ ക്രൂസറിൻ്റെ മിഡ് നിറ വേരിയന്റ് പെട്രോൾ ഓട്ടോമാറ്റിക്. 2022 വാഹനമാണ്. മിഡ് അല്ല ഓപ്ഷൻ? ഓക്കെ, ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് തന്നെ വരും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10-13 ആ റേഞ്ച് തന്നെ ഉണ്ടാവില്ല, ഇത് തന്നെ ഉണ്ടാ പോരാ. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും? വാറണ്ടി 25 വരെ എന്തായാലും വാറണ്ടി ഉണ്ടാവും. 25 വരെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണം, അവിടെ നിന്ന് 2 വർഷത്തേക്ക് ചെയ്യാനും പറ്റൂല. ഓക്കെ, 2025 വരെ വാറണ്ടി എടുക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്? സിംഗിൾ ഓണർഷിപ്പ്.
45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസുള്ള റീപ്ലേസ് ചെയ്യുന്നുള്ളത്. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് 9,15,000. 9/15/2022 മിഡ് ഓപ്ഷൻ അർബൻ ക്രൂസർ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിപ്പോൾ എത്ര ലോൺ കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 90% അപ്പോൾ 8 lakhs എന്തായാലും നമുക്ക് ലോൺ ഉണ്ട്. അപ്പോൾ 8 lakhs എന്തായാലും കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു ഫുൾ സൈസ് SUV മഹീന്ദ്ര XUV 500 KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ ആണ്, തൃശ്ശൂർ ജില്ല. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2016 മോഡല് XUV 500 W10 എന്ന വേരിയന്റ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ. 10 ഫുൾ ഓപ്ഷൻ അല്ല, അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം. അതെ. സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം വരുന്നൊരു വാഹനമാണ്. 10 എയർ ബാഗ് എല്ലാം ഉണ്ടാവില്ല. ഓക്കെ. 2016 ഓട്ടോ എത്ര പോയി ഇപ്പോൾ? 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത വണ്ടിയായിരുന്നു, തിരിച്ചു വന്നതാണ്. ഷമീർ ഖാൻ ഓടിച്ചാ? ഞാൻ കൊടുത്ത വണ്ടി. അങ്ങനെ. ഓക്കെ. മൂന്നാമത്തെ ഓണർക്കായിരുന്നു കൊടുത്തത്. മൂന്നാമത്തെ ഓണർക്ക് കൊടുത്തത്. സെക്കൻഡ് ഓണർ ആയിരുന്നു, നമ്മളൊരു പേരിൽ മാറ്റി കൊടുത്തു. വേറെ പുറത്ത് ഗൾഫ് പോയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ. 16 മോഡൽ കേരള വണ്ടി തന്നെ. ഒരുപാട് കിട്ടാണ്ടത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കേരള നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നില്ല. കേരള വണ്ടി തന്നെ എടുത്തു പറയാണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഡോമന്റ് വാഹനമാണ് XUV 500. എത്ര കൊടുക്കാത്? 10,40,000. 10,40,000. 2016 മോഡൽ W10 93,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് വാഹനം. ഓക്കെ. ഒരു 9 ലോൺ 9 വരെ ലോൺ കിട്ടും. 9 വരെ എന്തായാലും കിട്ടും. ഓണർഷിപ്പ് 9 ലക്ഷം പറയാം. 9 ലക്ഷം എന്തായാലും കിട്ടും അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലീനാക്കി ചെയ്തു. ഓക്കെ. ജീപ്പ് കോമ്പസ്, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ജീപ്പ് കോമ്പസ് ആണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. ഇത് നമ്മളൊരു സുഹൃത്തായ സെലിബ്രിറ്റീൻ്റെ വണ്ടിയാണ്. സെലിബ്രിറ്റി കാറാ? അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. കാരണം കിലോമീറ്റർ 1 lakh above 1.14 ഓടിയിട്ടുണ്ട്. അങ്ങനെ എടുക്കാറില്ലല്ലോ. പേര് ഞാൻ പറയുന്നില്ല. 100-ലധികം സിനിമകളിൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാറാണ്. ഒരു ആക്ടറാണ്. ഒരുപാട് പോലീസ് വേഷങ്ങളിലൊക്കെ നിറഞ്ഞാടുന്ന ആളാണ്. സസ്പെൻസ് ആയി നിൽക്കട്ടെ. നിങ്ങൾക്ക് ഊഹിക്കാം, കമന്റിൽ ഊഹിക്കാം. കമന്റ് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നത് ആരും വണ്ടിയാന്നല്ല. 100-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്, പോലീസ് വേഷങ്ങൾ കൂടുതൽ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? 2018 ജീപ്പ് കോമ്പസിന്റെ ലോങ്ങിറ്റ്യൂഡ് എന്ന ഓപ്ഷൻ. ലോങ്ങിറ്റ്യൂഡാണ്. ഓക്കെ. 2018 മോഡൽ. അതെ. സിംഗിൾ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് മെയിൻ്റെയിൻ, കറക്റ്റ് സർവീസുള്ള വെഹിക്കിൾ. മാനുവൽ ഡീസൽ പുഷ്പ സ്റ്റാർട്ട് എല്ലാം വരുന്ന ഓപ്ഷൻ. ഓക്കെ. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അടിപൊളി വെറൈറ്റി, ഒരു സെലിബ്രിറ്റി കളർ തന്നെയാണ്. ഓക്കെ. ജീപ്പിലെ ഏറ്റവും അട്രാക്റ്റീവ് ആണ് ഈ ഒരു കോമ്പിനേഷൻ അല്ലേ? റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. എത്രയോ ഓട്ടം? 1,14,000 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കമ്പനി തന്നെ ഫുള്ള്? എല്ലാം ഉണ്ട്. ഓക്കെ. ഞാൻ വിളിച്ച് ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് ഇനി സർവീസ് ഒന്നും പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടാവില്ല. ഓക്കെ. തിരക്കുള്ളതുകൊണ്ട്. ഓക്കെ. എന്തായാലും പ്രോപ്പർ സർവീസ് എല്ലാം ഉള്ളൊരു വാഹനമാണ്. ലോഞ്ചിറ്റ്യൂഡാണ് ഓപ്ഷൻ വരുന്നത്. എത്ര കൊടുക്കാൻ പറ്റും ഇത്? 9,70,000 രൂപ കൊടുക്കാം. 9,70,000 കൊണ്ടുപോകാം. ഡീസൽ മാനുവലാണ്. മൈലേജ് ജീപ്പിന് ഒരു 5 ഒക്കെ കിട്ടും? 15 കിട്ടില്ല, ഒരു 13 അടുത്തായിട്ട്. 13 അടുത്തായിട്ട്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനല്ലേ കൊടുത്താൽ പറക്കും, നല്ല പെർഫോമൻസ് ആയിരിക്കും. അതിനനുസരിച്ച് മൈലേജ് കുറയും. അത്രേ ഉള്ളൂ. സേഫ്റ്റി എല്ലാം ഉള്ളൊരു വാഹനം. നമുക്കൊരു 8-8 ലോൺ കിട്ടും. 9 നല്ല ട്രാക്കുള്ള പാർട്ടിയാണ്. 9 രൂപ ലോൺ കിട്ടും. 9 രൂപ കിട്ടും. ഓക്കെ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഒരു അടിപൊളി വലിയ വണ്ടി കൊണ്ടുപോകണം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് കിയ സോണറ്റ് ആണ്. അടുത്തൊരു കോമ്പാക്ട് SUV KL85 കോഴിക്കോട് ഫറൂഖ് രജിസ്ട്രേഷൻ വാഹനം. ബ്ലാക്ക് കളർ അല്ലേ? എങ്ങനെയാ? 2021 സോണറ്റ് HTK എന്ന് പറഞ്ഞ പെട്രോൾ വേരിയന്റ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. HTK പ്ലസ് HTX GT ലൈൻ അല്ലേ? അങ്ങനെ വരുന്നത്. ഓക്കെ. ഒരു എന്താ പറയുക, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്ന ഒരു വാഹനമാണ് കിയ എന്ന് പറയുന്നത്. ഓപ്ഷനിലേക്ക് മാറും തോറും വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ? ബാക്കിയുള്ള നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സ് എയർ ബാഗ്, ABS, സെറ്റ്, ഷെയറിംഗ് ഓഡിയോ കൺട്രോൾ സിസ്റ്റം, ഓൾമോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലോയ് വീൽസ് ഇല്ല, അങ്ങനെ സൺറൂഫ് ഇല്ല. ഓക്കെ. ചെറിയ വ്യത്യാസങ്ങൾ. അലോയ് മറ്റേ വീൽ കപ്പാണ്, അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പാണ്. അപ്പൊ ഇതെങ്ങനെയാ? എത്ര ഓട്ടോ ഓടിയതിപ്പോ? കിലോമീറ്റർ 54,000 സെക്കൻഡ് ഓണർ പെട്രോൾ വാഹനമാണ്. മാനുവൽ 2021 മോഡൽ. ഫുൾ ഹിസ്റ്ററി കമ്പനി എല്ലാം ഉണ്ട് അല്ലേ? സർവീസ് എല്ലാം ഉണ്ട്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? റീപ്ലേസ്മെന്റ്. ഓക്കെ. എത്ര കൊടുക്കത്? അത് 8,30,000 രൂപ. 8,30,000 2021 HTK പെട്രോൾ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം.
സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ലോണ് എത്ര കയറും? ലോൺ ഒരു 1.5 ലക്ഷം വരെ 7 to 7.5 വരെ 7.5 വരെ കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ എന്താ പറയുക, നമ്മളിവിടെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വാഹനങ്ങളാണ്, സോണറ്റ്, സെൽട്ടോസ്, ക്രെറ്റ, ഇങ്ങനത്തെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നത്. അതെ അതെ, ആ സെഗ്മെന്റ് അല്ലേ കൂടുതലും വരുന്നത്. കൂടുതൽ വരുന്ന എൻക്വയറി ആ സെഗ്മെന്റ്. ഇത് മാത്രമല്ല, ഷമീർ ഖാൻ്റെ ഒരു വലിയ ആട് ഇതിന്റെ വേറെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ നടക്കാവുണ്ട് വേറെ കോഴിക്കോട് തന്നെ. അപ്പോൾ അവിടെ ചെറിയ വണ്ടികളെല്ലാം ഉണ്ട് അല്ലേ? ഏത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ വീണ്ടും ഒരു സെൽട്ടോസ് KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ സെൽട്ടോസ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 സെൽട്ടോസ് പെട്രോൾ മാനുവൽ HTX എന്ന വേരിയന്റ്. STX ആണ്. എക്സ് പ്ലസിലേക്ക് വരുമ്പോൾ GT ലൈനായി. അടുത്ത GT ലൈനാണ് ഓപ്ഷൻ. ബിൽഡ് സെറ്റും റിവ്യൂലും എല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ടറും എല്ലാം വരുന്ന എയർ ബാഗും എല്ലാം വരുന്ന വാഹനമാണിത്. എയർ ബാഗ് ഇതിൻ്റെ അകത്ത് തന്നെ അങ്ങനെ ചെറിയ 6 എയർ ബാഗിലും വരുന്നുണ്ടല്ലോ. ആകെ സീറ്റ് വെന്റിലേഷൻ്റെ ആ ഒരു മാറ്റമായിട്ട്. ഓക്കെ. എത്ര ഓട്ടം പോയി ഇതിപ്പോൾ? അതാണ് എൻ്റെ അട്രാക്ഷൻ. വെറും 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000 കിലോമീറ്റർ മാത്രം. ഒരു വർഷമായി വണ്ടി. 6000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണിതും. പെട്രോൾ മാനുവൽ വാഹനമാണ്. ഓക്കെ. എന്താ പറയുക, 6000-ത്തിനപ്പുറം പിന്നെ ഒന്നും നോക്കാനില്ല. ഓക്കെ. 2026 വരെ അണ്ടർ വാറണ്ടി തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ കാണിക്കുന്ന മൂന്നാമത്തെ വാഹനം അല്ല, ലോ കിലോമീറ്ററിൽ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ 14,95 കൊടുക്കാം. 14,95,000 രൂപയ്ക്ക് HTX 2023 പെട്രോൾ മാനുവൽ സെൽട്ടോസ് നമുക്ക് കൊണ്ടുപോകാം. ഒരു പുതിയ സെൽട്ടോസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഇത് ലോട്ടറിയാണ് അല്ലേ? പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? 20 ലക്ഷം രൂപ. 20 ലക്ഷം. അത്രയും വില വ്യത്യാസം വന്നു കഴിഞ്ഞു അല്ലേ? 6000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5-6 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾ മിസ്സാക്കണ്ട. വെറും 6,000 ഓടിയാനാണ് ഈ ഒരു വില വ്യത്യാസം. സെക്കൻഡ് ഓണർഷിപ്പ് നിങ്ങൾ ആവുന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, വരിക. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കൂടുതലും കാണാറുള്ളത് MG ഹെക്ടർ ആണ്. അത് ഡീസൽ വണ്ടി ഇവിടെ അധികം കാണിക്കലുണ്ട് അല്ലേ? ഇതും ഡീസലാണ്. അതും ഹെക്ടർ പ്ലസ് ആണ്. ഹെക്ടർ അല്ല, 6 സീറ്റർ വാഹനമാണ്. 222 അങ്ങനെ 6 സീറ്റർ ആണ് വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ, ഷാർപ്പ് എന്ന് പറയുന്ന വേരിയന്റ്, ഡീസലിൽ ടോപ്പ് എൻഡ് വേരിയന്റ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. മാനുവൽ അല്ലേ? മാനുവൽ. ഡീസലിൽ മാനുവലേ ഉള്ളൂ. എത്ര മൈലേജ് കിട്ടുക? മൈലേജ് ഒരു 15ന്റെ മുകളിൽ കിട്ടും. 2 ലിറ്റർ അല്ലേ വരുന്നത് ഡീസൽ? അതെ. ഓക്കെ. 15ന്റെ മേളിൽ മൈലേജ്. സാധാരണ ഈ MG പെട്രോളില് മൈലേജ് ഇല്ലാത്ത പ്രശ്നമാണല്ലോ. 7, 10, 6 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. അത് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ നല്ല മൈലേജ് ഉണ്ട്. 6 സീറ്ററും ആണ്. അതേ വലുപ്പം തന്നെ 6 സീറ്റർ ആയി. ഓക്കെ. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. എത്ര ഓട്ടം വന്നേ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ആയി. 40,000 അല്ലേ? 21 അല്ലേ? 20 മോഡലുള്ളൂ. 21 രജിസ്ട്രേഷൻ. 4 വർഷമാവുന്നു. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവോ? 2025 വരെ ഉണ്ടോ? 2021 അല്ലേ, 24 ലാസ്റ്റ് വരെ. ഓക്കെ. പ്രൈസിങ് പ്രൈസ് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് 15,25,000 രൂപ. 15,25,000 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഡീസൽ MG ഹെക്ടർ പ്ലസ് 6 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. MG ഹെക്ടർ അല്ല, ഹെക്ടർ പ്ലസ് ആണ്. രണ്ടിൻ്റെ മാർക്കറ്റ് വ്യത്യാസമുണ്ട്. അതും ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ലോൺ 95% അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു 6 സീറ്റർ എല്ലാ ഫീച്ചേഴ്സോടും കൂടി നല്ലൊരു ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ, ഒരു 6 സീറ്റർ വാഹനമാണെന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി ഇതാ എടുക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെൽട്ടോസിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. KL55 രജിസ്ട്രേഷനുള്ള എക്സ്ലൈൻ ഓപ്ഷൻ വരുന്ന വാഹനം അല്ലേ? ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും ഇന്റീരിയർ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? ഈ ഒരു കളറും അടിപൊളിയാണ്. ഗ്രേ മാറ്റ് ഫിനിഷ് ആണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡല്, സെൽറ്റോസിന്റെ ടോപ്പിന്റെ മുകളിലുള്ള സ്പെഷ്യൽ എഡിഷൻ എക്സ്ലൈൻ വേരിയന്റിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് 2022 വാഹനം. എക്സ്ലൈൻ ആണ്. GT ലൈന് മേലെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഓട്ടോ എത്രയാ? 50,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ. ഓക്കെ. വാറണ്ടി എക്സ്റ്റൻഷൻ 2025 വരെ വാറണ്ടി ഉണ്ട്. 5 വരെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടോ? വണ്ടി. ഓക്കെ. മൈലേജ് എത്ര കിട്ടും ഇതിന് ഓട്ടോമാറ്റിക്കലി? 17 കിലോമീറ്റർ അറൗണ്ട് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും അല്ലേ? അതെ. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? 19,75,000 രൂപ. 19,75,000 2022 എക്സ്ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണ് 18 എന്തായാലും കിട്ടും.
18 ലക്ഷം വരെ കിട്ടും അല്ലേ? 1.25 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV. പെട്ടെന്ന് തന്നെ വിളിച്ചൊരു വെറൈറ്റി ഇന്റീരിയറൊക്കെയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ ഒരു ലക്ഷറി സെഡാൻ വന്നിരിക്കുകയാണ്, BMW 320D. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2012 മോഡല് BMW 320D സ്പോർട്ട് നിറ വേരിയന്റ്. സ്പോർട്ടാണ്. ഓക്കെ. അതെ. കിലോമീറ്റർ 82,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഒക്കെ? സർവീസ് ഹിസ്റ്ററി 50 വരെ കമ്പനി സർവീസിന് അതിനുശേഷം പുറത്താണ് ചെയ്തിരിക്കുന്നത്. പുറത്തായത്. ഓക്കെ. 2012 സ്പോർട്ട് ഓപ്ഷൻ വരുന്ന BMW 320D ആണ്. സൺറൂഫ് വരില്ല. അതെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ലേ? 3 സീരീസ് BMW ഡിമാൻഡ് ഉള്ള വെഹിക്കിളാണ്. അതെ. മെയിൻ്റനൻസും കുറവാണ്, മൈലേജും കിട്ടും. ലക്ഷറിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 15, 16, 17 ആ റേഞ്ച് കിട്ടും. ഒരു 15ന്റെ അറൗണ്ട് കിട്ടുന്നതായിരുന്നു. അറൗണ്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? പ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കാത്? നമ്മൾ 12,75,000. 12,75 2012 മോഡൽ BMW 320D സ്പോർട്ട് ഓപ്ഷൻ വരുന്ന വാഹനം നിങ്ങൾക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. റിയല്ല, മാറിപ്പോട്ട. റിയ നല്ല വില കുറവുണ്ട്. ഓക്കെ. അത്രയേ ഉള്ളൂ. ലോൺ കയറുകയില്ലേ? എത്ര കിട്ടും? കിട്ടും. ഓക്കെ. മഹീന്ദ്ര താറാണ്. KL 78 ഇരട്ടി രജിസ്ട്രേഷൻ വാഹനം. പക്ഷേ ഇവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു താറ് കാണിച്ചില്ല, ഒരു ഓപ്പൺ ടൈപ്പ്. നമ്മൾ ടോക്കൺ ആയിട്ടുണ്ട്. ഫൈനാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്താ ടോക്കൺ ആയിട്ട്. അത്രേ ഉള്ളൂ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, 4x4 ഹാർഡ് ടോപ്പ്, ഡീസൽ ഓട്ടോമാറ്റിക്. 4x4. 2021 കിലോമീറ്റർ എത്ര പോയി? 44,000 കിലോമീറ്റർ ഓടി. 44. സർവീസ് എല്ലാം പ്രോപ്പറാണ്? സർവീസ് എല്ലാം പ്രോപ്പറാണ്. പ്രോപ്പറായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി. അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ? വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര കൊടുക്കാൻ പറ്റും? 15,90,000. 15,90 ഈ ഒരു താറ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2 ഡോർ. ഇപ്പോൾ ഇറങ്ങുന്ന 5 ഡോർ വേറെയുണ്ട്. ഓക്കെ. 3 ഡോർ താറ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു താറ്. ഓക്കെ. 15,90 നമുക്ക് ലോണ് ഒരു 14 രൂപ എന്തായാലും കിട്ടും. ഒരു 1,90 രണ്ടിൻ്റെ അടുത്ത് കാണും അല്ലേ? ഇറക്കണമെങ്കിൽ കാണേണ്ടി വരും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹ്യുണ്ടായി ക്രെറ്റ. ക്രെറ്റ പഴയ ഷേപ്പ് ക്രെറ്റയാണ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 ക്രെറ്റ 1.6 E+ മാനുവൽ പെട്രോൾ. E+ ആണ് ഓപ്ഷൻ വരുന്നത്. 1.6 തന്നെയാണ്. 2017 മാനുവൽ പെട്രോൾ. ഓക്കെ. ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട് അല്ലേ? ഈ വണ്ടിയുടെ പ്രത്യേകത, ഈ വണ്ടി വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഈ ഒരു 7 വർഷത്തിനടുക്ക് വെറും 22,000 ഓടിയിട്ടുള്ള ഒരു NRIസിന് വണ്ടിയായിരുന്നു. അത് ശരി. NRIs വലിയ ഓട്ടം പോയിട്ടില്ല അല്ലേ? ജനുവിന് ഉറപ്പിച്ച് കൺഫേം ചെയ്യാം. ഉറപ്പില്ലാത്ത വണ്ടി നമ്മുടെ അടുത്തില്ല. നമ്മൾ എല്ലാ വണ്ടിക്കും പറഞ്ഞതായിരിക്കും. അത് ഗ്യാരണ്ടിയാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഉറപ്പില്ലാത്ത വണ്ടി എടുക്കാറില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. 2017 1.6 E+ വാഹനം, വെറും 22,000 ഓടിയ വാഹനമാണ്. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ അല്ലേ? അതെ, കറക്റ്റ് സർവീസുള്ള വെഹിക്കിൾ എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാത്? ഇതിൽ അഡീഷണൽ സീറ്റ് കവർ സെറ്റും ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് 7,10,000 രൂപ കൊടുക്കാം. 7,10. ഓക്കെ. 7,10,000. ലോ കിലോമീറ്റർ ആണ്. വില ചിലപ്പം കേൾക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ചിലപ്പോൾ പറയുന്നുണ്ട്. കാരണം 90 ഓടിയത് 80 ഓടിയ വണ്ടികളും അങ്ങനെ മോഡൽ മാത്രം വെച്ച് ആൾ കമ്പയർ ചെയ്യും. അപ്പം ചിലപ്പം പ്രൈസ് കൂടുതലായി പറയുന്നത്. പക്ഷേ ലോ കിലോമീറ്റർ വെഹിക്കിൾ ഈ വിലക്ക് വളരെ വേർത്തേക്ക് നമുക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി കൊടുക്കാൻ പറ്റും. വെറും 22,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ക്രെറ്റയാണ്. അപ്പോൾ വില കേട്ടിട്ട് നിങ്ങൾ ഇതാകണ്ട. യൂസ്ഡ് കാർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ മോഡൽ മാത്രം നോക്കുകയാണെങ്കിൽ പൈസ ഒരുപാട് വ്യത്യാസം പറയും. ഈ റീ രജിസ്ട്രേഷനും അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ അതിലും നല്ല വ്യത്യാസം ഉണ്ടാവും. എല്ലാ ഭാഗവും കമ്പയർ ചെയ്തിട്ട് വേണം വില അനലൈസ് ചെയ്യാൻ. ജനറൽ ഇൻഫർമേഷൻ ആണ്. യൂസ്ഡ് കാർ എടുക്കുമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. കോമൺ ആയിട്ട് നമ്മൾ കിലോമീറ്റർ, ഓണർഷിപ്പ് ഇതൊക്കെ കമ്പയർ, ആക്സിഡന്റ് ഹിസ്റ്ററി എല്ലാം, ക്വാളിറ്റി, അങ്ങനെയാണ് എല്ലാ ഭാഗവും നോക്കാം. അപ്പോൾ എന്തായാലും ഇത് തപ്പി നടക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? എന്തായാലും കിലോമീറ്റർ നോക്കാം. ഓക്കെ. ലോൺ എത്ര കയറില്ലേ? ഇത് അറൗണ്ട് 6 ലാക്ക് വരെ കയറും. 550 to 6 ലാക്ക് വരെ. ഓക്കെ. 6 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1.10 കണ്ടാൽ ഇറക്കാൻ പറ്റും. വില ഫൈനലാണോ അതോ നെറ്റ് വില നമ്മൾ പറയുന്നത്? ചെറുതെന്ന് നോക്കാണ്ടോ? ഓക്കെ. അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം മറന്നു വേണ്ട. ഷമീസ് കാസിൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. അപ്പോൾ ഗിവ് അവേ ഏത് കാറാന്നുള്ളത് നമ്മൾ 25th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്ത വീഡിയോ നമ്മൾ അറിയിക്കും. അടുത്തല്ലേ സൺഡേയിൽ
അടുത്ത സൺഡേ പരിപാടിയുണ്ട് അന്ന് അനൗൺസ് ചെയ്യും നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതാണ് അതെ അതെ ഏതാ കാർ എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് പണിയാവുന്ന ഒരു കാർ തരൂല, അത് എന്തായാലും നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു പോളിസിയുള്ള കാറായിരിക്കും. എന്നാലും വണ്ടിയുടെ വലിപ്പം ഞാൻ പറയുന്നില്ല. വണ്ടി ഏതായിരുന്നാലും അത് ഒറിജിനൽ കേരള ആയിരിക്കും, ആക്സിഡന്റ് ഉണ്ടാവില്ല, റീപ്ലേസ് ഉണ്ടാവില്ല, ഉള്ള കിലോമീറ്റർ ജെന്യുവൻ ആയിരിക്കും, അതിൽ കറക്റ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ വിട്ടുപോയത്. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് നോക്കിയിട്ടേ നമ്മളും മുന്നോട്ട് പോകാറുള്ളൂ. ഓരോ വീഡിയോയിലും കമൻറ്റ്സ് നോക്കാറുണ്ട്, അപ്പോൾ അത് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് നമ്മുടെ, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. എല്ലാവരോടും നന്ദി. ഷബീർ ഖാൻ നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.